സനൂപ് i20 പെട്രോള് 2014 മോഡൽ 42,000 കിലോമീറ്റർ 2016 അൾട്ടോ 800 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വാഗണർ ഓട്ടോമാറ്റിക് 2017-18 രജിസ്ട്രേഷൻ VXI ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് VXI പെട്രോൾ സിംഗിൾ ഓണർ 36,000 കിലോമീറ്റർ 2013 ഹോണ്ട അമേസ് ഫസ്റ്റ് ഓണർ 130 കിലോമീറ്റർ നല്ല മൈലേജ് ഉള്ള നല്ല വണ്ടി കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തട്ടുപാലം എന്ന് പറയുന്ന ഭാഗത്തുള്ള നമ്മുടെ ഈഞ്ചവിള യൂസ്ഡ് കാസിലാണ് വന്നേക്കുന്നത്. വില കുറഞ്ഞ രീതിയിൽ മാന്യമായ വിലയിലൊക്കെ നല്ല നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്ന നല്ലൊരു ഷോപ്പാണ്. ഇതിലുപരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഇതിലെല്ലാം ഉപരി ഒരു വിഷമമുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആ വീഡിയോ അതിന് വേണ്ടി വരുമെന്ന് എനിക്കും തോന്നിയില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആകുമ്പോൾ കുറേ കൂടി ആൾക്കാർ കാണും, നിങ്ങൾ കുറേ ആൾക്കാർ ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ കൂടി ആൾക്കാർ ഇത് കാണും എന്നുള്ളതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് കിഡ്നി മാറ്റി വെക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് ഒരു 15 ലക്ഷം രൂപയുടെ ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ സാധാരണക്കാരായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവർക്കിത് ആ തുകയൊന്നും താങ്ങാൻ പറ്റത്തില്ല. ഓട്ടോറിക്ഷ ഓടി ജീവിക്കുന്ന ഒരു പുള്ളിയാണ്. പുള്ളിയുടെ ഹസ്ബൻഡ്, പുള്ളിക്കാരൻ നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെയ്യുന്നവരെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇത്ര പോർഷൻ കട്ട് ചെയ്തിട്ടെങ്കിലും അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടൊരു സഹായം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. അല്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിലും സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സഹായിക്കുക. വീഡിയോയിൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം, അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. എന്തെങ്കിലും രീതിയിലൊരു ധനസഹായം കിട്ടിയാൽ അത് അവർക്ക് ആയിക്കോട്ടെ എന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനെ ചേർത്ത്. ഇനിയുള്ള വീഡിയോയിൽ അത് കാണത്തില്ല, കാരണം ഈ വീഡിയോ വരുന്ന അത്രയും നല്ല രീതിയിൽ വേറെ വീഡിയോസ് പോകത്തില്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഈ വീഡിയോയിലും കൂടി ഞാൻ അത് പറയുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു മോനുണ്ട്, 8-9 പഠിക്കുന്ന മോനുണ്ട്, ഡാൻസ് ടീച്ചറാണ് പുള്ളിക്കാരി. ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. അപ്പം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ ഒരു മനസ്സും അതിനുള്ള പ്രാപ്തിയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് സഹായിക്കണം, സഹായിക്കാതിരിക്കല്ലേ എന്നാണ് എൻ്റെ അപേക്ഷ. അപ്പം നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടാവുമെന്ന് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ടും അതേപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ പുതിയ വിശേഷങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇക്ക നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ? കച്ചവടം ഉണ്ടല്ലോ സനൂപേ, അതുകൊണ്ടല്ലേ വീഡിയോ പല ഷോപ്പുകാരും എന്നോട് വീഡിയോ എടുക്കാൻ വിസമ്മതം കാണിക്കുന്നുണ്ട്. കാരണം വണ്ടികൾ മാറുന്നില്ല, പുതിയ വണ്ടികൾ വരുന്നില്ല. എന്നിട്ടും നമ്മുടെ ഈഞ്ചവിളയും മാത്രം വ്യത്യാസങ്ങളൊന്നുമില്ല. ആഴ്ച വാടാ പിള്ളേരെ പറഞ്ഞ് വിളിച്ചു. അതേ സനൂപേ, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിലേ ഈ അത്യാവശ്യം നല്ല വണ്ടികൾ നോക്കി ഏറ്റവും കുറഞ്ഞ വിലയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഇതുപോലെ ഗ്യാരണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാരും ചെയ്യുന്നില്ല, അതുകൊണ്ടായിരിക്കും അല്ലേ? അത് കറക്റ്റാണ്. അല്ല, ഈ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ വില എല്ലാ സ്ഥലത്തെ അപേക്ഷിച്ച് ഒരു 75% വിലയൊക്കെ ഉള്ളു. അപ്പോൾ ഞാനതിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇനിയും അതുപോലെ തന്നെ നോക്കാൻ ആളില്ലാത്തവർക്ക് ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ ഗ്യാരണ്ടിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആരും ഇതുവരെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ, ഞാൻ പരിഹരിക്കാത്ത വിഷയം ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കംപ്ലൈൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബുക്കും പേപ്പറും ശരിയാക്കുന്നതൊക്കെ ഒരാൾക്ക് പോലും അങ്ങനെ ഇതുവരെ ശരിയാവാതെ മറ്റ് ഡിലേ ആണെന്ന് വന്നിട്ടില്ല. ഇപ്പോൾ ഒരു i20യുടെ ബുക്ക് ഒരു 10-15 ദിവസമായിട്ട് ഡിലേ ഉണ്ട്, അതും ശരിയാവും. അല്ലാതെ കംപ്ലൈൻറ്റുകളെല്ലാം പരിഹരിച്ചും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികളുമാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് കച്ചവടമുണ്ട്. അത്ര തന്നെയാണ്. അതാണ്, അത്യാവശ്യം നല്ല വണ്ടികൾ നോക്കിയെടുക്കുന്നുണ്ട്. ആക്സിഡൻ്റായ വണ്ടികൾ ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ പഴയ വണ്ടികളാണ്, പൈസ കരുതി വെക്കണമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. എന്നും ഒരേ കാര്യം തന്നെ ഞാൻ പറയുന്നില്ല. ഏതൊക്കെയായാലും പഴയ വണ്ടിയൊക്കെ പണികളൊക്കെ ഉണ്ടാവും. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നോക്കിയെടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളെ ഉണ്ടാവും. മേജർ ഇഷ്യൂ ആണെങ്കിൽ എന്നെ വിളിക്കുക, ബന്ധപ്പെടുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ന്യൂ ഇയർ തുടങ്ങിയിട്ട് എൻ്റെ ഇത് 2ാമത്തെ വീഡിയോ ആവുന്നുള്ളൂ. തിരയെടുക്കുന്ന പല ഷോപ്പുകാരും എന്നോട് അല്ല, ഒരാഴ്ച മുമ്പ് ഇപ്പോഴേ നമ്മളെ മറ്റേ നന്ദകുമാർ എടുത്തായിരുന്നു. അതിലുള്ള വണ്ടികളൊക്കെ മിക്കവാറും ഒക്കെ പോയി. ഇനി അതിലുള്ള പകുതി കുറച്ച് വണ്ടികളേ ഉള്ളൂ. ഞാൻ നോക്കി നന്ദോണം ചെയ്തിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞു എന്ന് കണ്ടാണ്ടാണ് ഞാൻ ഇക്ക വിളിച്ച് ചോദിച്ചത്, ഇക്ക വെള്ളിയാഴ്ചയാണ് വരുന്നത്, നമുക്ക് എടുത്താലോ എന്ന്. അപ്പൊ വണ്ടികളെല്ലാം മാറി, കുറെ നല്ല വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഷോപ്പ് എവിടെയാന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? നാഷണൽ ഹൈവേയിൽ കല്ലമ്പലം തട്ടുപാലത്ത്
തിരുവനന്തപുരം ജില്ലയിൽ നാഷണൽ ഹൈവേയിൽ കല്ലമ്പലം തട്ടുപാലത്ത്, പാരിപ്പള്ളി കഴിഞ്ഞ് 4 കിലോമീറ്റർ, ആറ്റിങ്ങൽ കഴിഞ്ഞ് 11 കിലോമീറ്റർ നാഷണൽ ഹൈവേയിലാണ്. ചടയമംഗലത്ത് നിന്ന് വരുന്നവർക്ക് പള്ളിക്കൽ വഴി വന്ന് നാവായക്കുളം വഴി ഹൈവേയിൽ ടച്ച് ചെയ്യുന്നതിൻ്റെ അവിടെ അവർക്ക് കുറച്ചുകൂടി എളുപ്പം. അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ? ഓക്കെ. സനൂപ് 2015 ഡീസൽ സ്വിഫ്റ്റ് ആണ്, VDI. ഓണർഷിപ്പ് എത്രയാ? ഫസ്റ്റ് ഓണർ, 92,000 കിലോമീറ്റർ. ഇതൊക്കെ 4,4 രൂപയൊക്കെ മാർക്കറ്റ് വിലയുള്ളതാണ്. ഒരു 385 കൊടുക്കാൻ പറ്റും കേട്ടോ. റീപ്ലേസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് CC പോയി കിടപ്പായ വണ്ടിയാണ്. നന്ദകുമാറിൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ CC പോയി, പിന്നെ അവർക്ക് CC ശരിയായില്ല, അങ്ങനെ ഡിലേ വന്നു. അല്ലെങ്കിൽ ഇതൊക്കെ പോയേനെ. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു ഉപകാരമാവും. എടുക്കാൻ താല്പര്യമുള്ളവർ ഞാൻ ഒരാഴ്ച കൊണ്ട് യൂസ് ചെയ്യുന്ന വണ്ടിയാണ് സനൂപ്. നല്ല വണ്ടി കേട്ടോ. ഓക്കെ. ഈ ലൈറ്റിലൊരു ചെറിയ പൊട്ടൽ, ഇത് മാത്രമേ അപാകതയായിട്ടുള്ളൂ. സീറ്റ് കവർ ഇല്ല. 10,000 രൂപ എടുത്താൽ നല്ല അടിപൊളി സീറ്റ് കവർ. അത് നിലവിൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഓക്കെ കേട്ടോ. വേറെ കംപ്ലൈന്റുകളൊന്നുമില്ല, ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം. എത്ര ചോദ്യം? 385 കൊടുക്കാം. ഫസ്റ്റ് ഓണർ വണ്ടി, VDI, നല്ല വണ്ടി. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണേ. ഇത് മേടിക്കും പണ്ട് കാലം തൊട്ടേ 20 വർഷം മുമ്പേ ഞാൻ ഈ മേടിക്കുമ്പോഴേ ഇതിൻ്റെ കിലോമീറ്റർ എഴുതിയാണ് മേടിക്കുന്നത്, കൊടുക്കുമ്പോഴേ എഴുതിയാണ് കൊടുക്കുന്നത്. ഇത് കമ്പനി സർവീസ് വണ്ടി കേട്ടോ. 2010 പുന്തോ. ഇന്നലെ പണി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഇട്ടായിരുന്നു, അത് കഴിഞ്ഞത് പണിക്ക് പോയി. ഇന്നലെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ റീടെസ്റ്റ് കഴിഞ്ഞ് എഞ്ചിൻ പണിയും കഴിഞ്ഞ്. ടർബോയുടെ പണി ഇന്നലെ കൊണ്ട് ടർബോയും പണിത്. എഞ്ചിൻ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എഞ്ചിൻ വിഷയമായിരുന്നു, ഓയിൽ കുടിക്കുമായിരുന്നു, വേറെ പുകയുണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു, വേറെ കംപ്ലൈൻറ്റ്. ഫുൾ ഇളക്കി പണിതിട്ടുണ്ട്. 45,000 രൂപയ്ക്ക് എഞ്ചിൻ പണിതിട്ടുണ്ട്. 30,000 രൂപയ്ക്ക് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1,35,000 രൂപയ്ക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാം കേട്ടോ. ഒരു സ്വിഫ്റ്റിൻ്റെ അതേ എഞ്ചിനാണ് വരുന്നത്. ഡീസലാണ്. 10 രൂപന് പുറത്ത് മൈലേജ് കിട്ടും. 4 ടയർ പുതിയതാണ്. ഓണർഷിപ്പ് 3 അങ്ങനെ ഏതോ ആണ്. നല്ല വണ്ടി. ടയേഴ്സും ഒക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. അത്യാവശ്യമല്ല, നല്ല പുതിയ ടയർ എല്ലാം. ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ചീത്ത ആയതൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. ആക്സിഡൻ്റ് ഒന്നുമല്ല. അത്രേ ഉള്ളൂ. 7 LXi വാഗണർ സിംഗിൾ ഓണർ, നല്ല വണ്ടി. എന്തോ ഓടി? ഒരു 87 രൂപയ്ക്ക് കൊടുക്കുക. ഡിസ്പ്ലേ എത്ര കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല, ചെറിയൊരു മങ്ങൽ. ഈ ടയർ മൊട്ടയാണല്ലോ. ടയർ അകത്ത് കുറവാണ്. ബാക്കിൽ 2 പുത്തൻ ടയർ. ഫ്രണ്ട് ടയർ മാറി കൊടുക്കൂ. 87 രൂപയ്ക്ക് കൊടുക്കുക. ആ പൈസ എന്നാൽ അത് മാറി കൊടുക്കും. അല്ല നിലവിൽ ഈ കണ്ടീഷനിൽ കൊടുക്കും. സനൂപ് ഇതെല്ലാ വണ്ടികളെയും മേടിക്കുന്ന വിലയാണ് മാനദണ്ഡം കേട്ടോ. പിന്നെ ഇവിടെ സംബന്ധിച്ച് അത് പിന്നെ ഏത് പണി ചെയ്താലും ആ പണിയുടെ പൈസ ഇവിടെ ആവും, പേര് മാറുന്ന പൈസയാവും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല വണ്ടി. പാച്ച് വർക്കോ തുരുമ്പോ നല്ല ഷേപ്പുള്ള വണ്ടി. ശ്രദ്ധിച്ചോ, വണ്ടി നല്ല ഷേപ്പും നല്ല പെയിൻറ്റും. 2027 അതൊന്നും. പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് പൊടിയുണ്ട് കേട്ടോ. നല്ല പെയിന്റ് ഉണ്ട്, നല്ല ബോഡി ഉണ്ട്, നല്ല വണ്ടി. ഒരു ചെറിയ ഫാമിലിക്കൊക്കെ എടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. 85 87,000 രൂപ. 87. ഫ്രണ്ടിൽ പുതിയ ടയറും അല്ല, ബാക്കിൽ പുതിയ ടയറും ഫ്രണ്ടിലെത്തി കുറഞ്ഞ ടയറുമാണ്. സനൂപ് i20 പെട്രോള് 2014 മോഡൽ, 42,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, 4 പുതിയ ടയർ. റീപ്ലേസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. മാഗ്നയാണ്, മാനുവലാണ്. നല്ല വണ്ടി. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും പരിഹാരം ചെയ്ത് കൊടുക്കും. ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത നല്ല വണ്ടി കേട്ടോ. ലോ കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഒരു പുതിയ വണ്ടി യൂസ് ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി എടുത്താൽ യൂസ് ചെയ്യാൻ പറ്റും. എന്താ ഓടിയിട്ടുണ്ട്? 42,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, 2014 പെട്രോളും മാഗ്ന. അല്ല, 14 വണ്ടിയായിട്ട് ഇത്രേ ഓടിയിട്ടുള്ളൂ. ടയേഴ്സ് കൊള്ളാം, നല്ല ടയേഴ്സ്. അങ്ങനെയൊന്നും ചോദിക്കല്ലേ. 2 ലക്ഷം കിലോമീറ്റർ ഓടിയ ഇവിടെ കിടപ്പുണ്ട്. അല്ല, അത് ഓടുന്നവരും കാണും, ഓടാത്തവരും കാണും. അതൊന്നും കഥയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് മേടിക്കുന്ന സമയത്ത് എഴുതി മേടിക്കും, കൊടുക്കുന്ന സമയത്ത് എഴുതി കൊടുക്കും. അതാണ് ഒരു ഉറപ്പ് പറയുന്നത്. അതാണ് ഉറപ്പ്. അല്ല, ഇതൊക്കെ ഉറപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ ഉറപ്പ് തന്നെയാണ് വീട്ടിൽ നിന്ന് കിട്ടുന്ന വണ്ടികളെ. 2016 അൾട്ടോ 800 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ, കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട്. 160 ഓടിയിട്ടുണ്ട്. അങ്ങനെ ഓടിയെന്ന് വിചാരിച്ച് ഈ വണ്ടി എക്സ്ട്രാ ഗ്യാരണ്ടി ആയിരിക്കും. 2,10,000 രൂപ വിലയുള്ള, 3 ലക്ഷം വിലയുള്ള വണ്ടിയാണ്. 2016 ഓട്ടോമാറ്റിക് കേട്ടോ. സീറ്റിലാണ്ട് ചെറിയ ഹോളുണ്ട്. ഹോളെന്ന് വെച്ചാൽ കീറിയിട്ടുണ്ടെന്നൊരു സ്വപ്പം, ഇത്രയേ ഉള്ളൂ. ഓടിക്കാനും ഇപ്പം 4 ഫൗണ്ടേഷൻ മാറി മറ്റു കാര്യങ്ങൾ മാറി ചെറിയ വൈബ്രേഷൻ ഉണ്ട്. വണ്ടി എല്ലാം സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ.
വേറെ ഒരു കുഴപ്പമില്ല. പെട്രോൾ വണ്ടി 2-3 ലക്ഷം കിലോമീറ്റർ ഈസി ആയിട്ട് ഓടുന്ന വണ്ടിയല്ലേ. 2016 സിംഗിൾ ഓണർ അൾട്ടോ 800 2,10,000 രൂപ. ടയേഴ്സും ഒക്കെ അത്യാവശ്യം VXI ആണ് കേട്ടോ. ടയർ എല്ലാം നല്ല ടയറല്ലേ VXI. ആ, ഈ ലേഡീസിനൊക്കെ ഓട്ടോമാറ്റിക് തിരക്കി നടക്കുന്നവർക്കേ ചെറിയ വണ്ടി അല്ലേ? ചെറിയ നല്ല വണ്ടി ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കും. 2008 LXI അൾട്ടോ 1,06,000 കിലോമീറ്റർ 88 രൂപ. LXI AC പവർ സ്റ്റിയറിംഗ് ഉള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഡോർ പാഡ് 2008 ഗ്ലാസ് ഒന്നുമില്ല. 2008 LXI വണ്ടി കേട്ടാ. 88 രൂപ. 88 രൂപ വില. സനൂബ അൾട്ടോ 800 മാനുവൽ വണ്ടി LXI 68,000 കിലോമീറ്റർ ഫസ്റ്റ് ഓണർ. ടച്ചിങ്ങും പോളിഷും ഫുള്ള് ചെയ്തിട്ടുണ്ട്. നല്ല പളപളായിരിക്കുകയാണ് വണ്ടി. 4 നല്ല ടയർ. ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, സീറ്റ് കവറും ഇല്ല. സിംഗിൾ ഓണർ 68,000 കിലോമീറ്റർ 1,78,000 രൂപ വില. ഇതൊക്കെ 2,500 രൂപയൊക്കെ ഏതോ സനീപിൻ്റെ വീഡിയോയിൽ ചോദിക്കുന്നതായിട്ട്. 2,500 ചോദിക്കും തന്നല്ലേ? ഇത് തീർച്ചയായിട്ടും 78 രൂപയേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞതിന് 65 രൂപ കിലോയുള്ള ഒരു വണ്ടി കൊടുത്തായിരുന്നു. അത് കൂടെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. 1,78. 1,78,000 രൂപ. ഇത് 2009 LX അൾട്ടോ AC ഉള്ള അൾട്ടോ. ഓണർ സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർ 2009 48,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ചീത്ത ഏതൊക്കെ റീപ്ലേസ് ചെയ്തതാണ് പഴയ വണ്ടിയൊക്കെ. ഇത് പറയണ്ട. അത് പിന്നെ അല്ല, റീപ്ലേസ് എന്ന് പറയുമ്പോൾ എല്ലാം പറയണ്ടേ. ആക്സിഡന്റ് വണ്ടികൾ ഞാനത് ആദ്യമേ പറയും ആക്സിഡന്റ് ആണെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കണ്ട. ആക്സിഡന്റ് വണ്ടി അല്ല. ഓക്കെ, എത്ര ചോദ്യം? ഇത് 88 രൂപ. 2 വണ്ടി 88 രൂപയ്ക്കുണ്ട്. എല്ലാം ഒരു വിലയ്ക്ക് എടുത്തതാണ്. 2006 ഡിസംബർ LX അൾട്ടോ സിംഗിൾ ഓണർ 78 എത്രയാണ് കിലോമീറ്റർ. ഒരുപാട് ഓടി അലന്നതോ മറ്റോ അല്ല. ആക്സിഡൻ്റ് അങ്ങോട്ട് ചെറിയ സൗണ്ട്, അത് വിഷയമുള്ള കാര്യമല്ല. ഇനി 2 വർഷം കഴിഞ്ഞ് മാറിയാലും മതി. അതല്ലാതെ വേറെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. കോഴിമുട്ടാണൊക്കെ ഇരിക്കുക വണ്ടി. ബമ്പറിൽ പെയിൻറ്റ് കുറവുണ്ട്. നല്ല വണ്ടി. ഈ കിടക്കുന്ന കണ്ടീഷൻ 58 രൂപ. ഈ കിടക്കുന്ന കണ്ടീഷനിൽ 58 രൂപ കേട്ടോ. 1 വർഷം പേപ്പറുണ്ട്. 4 പുതിയ ടയറുണ്ട്. സിംഗിൾ ഓണറാണ്. ലോ കിലോമീറ്ററാണ്. നല്ല വണ്ടി. ഗ്യാരണ്ടിയിൽ കൊടുക്കും. കൊണ്ടുപോവുക, ഓടിക്കുക. ഈ അറിഞ്ഞുകൂടാത്തവരൊക്കെ വണ്ടി എടുക്കാൻ വരുമ്പോഴേ എൻ്റെ വണ്ടി എടുക്കാൻ വരുമ്പോൾ മേടിച്ചുകൊണ്ടങ്ങ് പോകണമെന്നല്ലാതെ ഒരുപാട് ഡൗട്ടുകളൊന്നും ചോദിക്കരുതെന്ന് പറയണം. സനൂപ് പറയണോ? ഞാൻ പറയണോ? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ എന്നെ വിളിക്കുക. ഒരുപാട് ഈ അറിഞ്ഞുകൂടാത്തൊരു വണ്ടി എടുക്കാൻ വരുമ്പോൾ 1000 ഡൗട്ടാണ് അവർ. ഇവിടുന്ന് എടുക്കുന്നവർക്ക് ഒരു ഡൗട്ടിൻ്റെ കാര്യമില്ല. ഞാൻ ചാവി അങ്ങ് കൈ കൊടുത്ത് കൊണ്ടുപോയിക്കോളാം. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. കുറഞ്ഞ വിലയ്ക്കുള്ള വണ്ടികളല്ലേ. ഈ കേട്ട ഒരു കക്ഷിക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പോയില്ലെന്നുണ്ടെങ്കിൽ നാളെ അത് പറയാൻ പറ്റും. അതുകൊണ്ടാണ് അത് പറയാത്തത്. ഇത് 2011-12 രജിസ്ട്രേഷൻ സ്പോർട്സ് ഇയോൺ. നല്ല വണ്ടി. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് തേർഡ് ഓണർ. വണ്ടി നല്ല വണ്ടി. നമുക്കറിയാവുന്ന ഒരാൾ ഇപ്പോൾ എടുത്ത് നല്ലോണം പണിത് വൃത്തിയാക്കി വീട്ടിൽ കൊണ്ടുവന്നപ്പം വൈഫിന് കാലെത്തുന്നില്ല ഓടിക്കേ. അങ്ങനെ എൻ്റെ കൊണ്ട് തന്നിട്ട് വേറൊരു അൾട്ടോ എടുത്തിട്ട് പോയി. നല്ല വണ്ടി. ഇത് അടുത്തുള്ള ആളുടെ വണ്ടി. 1,35,000 രൂപ ഫൈനൽ വിലയ്ക്ക് കൊടുക്കാം കേട്ടോ. 1,35. ചെറിയ കിടക്കോ അനക്കമൊക്കെ ഉള്ളതൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല കണ്ടീഷനായിട്ട് കിടക്കുകയാണ്. നല്ല വണ്ടി, വൃത്തിയാണ്. പിന്നെ സ്പോർട്സ് വണ്ടിയാണ് ഏറ്റവും കൂടിയ വണ്ടി കേട്ടോ. ഇത് ഈ പറയുന്ന വണ്ടിക്കൊക്കെ നമുക്ക് ലോൺ സൗകര്യം ഉണ്ടല്ലോ. ഈ വണ്ടിക്കൊന്നുമില്ല. 2013 ആ റേഞ്ച് വണ്ടിക്കൊക്കെ ലോൺ സൗകര്യമുള്ളൂ. 12 കിട്ടത്തില്ല. 12 1 വർഷം കൂടെ അല്ലേ ഉള്ളൂ. കുറഞ്ഞത് 2 വർഷമെങ്കിലും അവർക്ക് ലോൺ പീരീഡ് കിട്ടിയാൽ മാത്രമേ ലോൺ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഈ ലോൺ ചെയ്ത് ഈ കിടക്കുന്ന വണ്ടികൾ മുഴുവൻ ലോണിന് പോയിട്ട് അവരുടെ കംപ്ലയിൻറ്റോട് നടക്കാതെ കിടക്കുന്ന വണ്ടികളാണ്. ഈ ലോണിന് വരുന്നവർ നല്ലോണം പഠിച്ചിട്ടേ വരാവൂ. നമ്മളെ ബുദ്ധിമുട്ടിക്കരുത്. ആ സ്വിഫ്റ്റ് 25,000 രൂപ അഡ്വാൻസ് എന്നിട്ട് ഇന്നലെ പൈസ തിരിച്ചയച്ചു കൊടുത്ത വണ്ടിയാണ്. 15 ദിവസം ലോണെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന്. അദ്ദേഹത്തിന് മാസം 6,000 രൂപ അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ലോൺ ഇട്ടാലും പറ്റും. അത് നമ്മളെ കുഴപ്പമില്ല. അദ്ദേഹത്തിന് അത്ര അടയ്ക്കാൻ പറ്റും. നമുക്ക് 15 ദിവസം എത്ര പേര് വന്നിട്ട് കൊടുക്കാൻ പറ്റാതെ ആ വണ്ടി കിടപ്പായെന്നറിയോ. അവർക്ക് ലോണ് ഫണ്ടിൽ അടയ്ക്കാൻ മാസം 6,000 5,000 ഒന്നും അടച്ചാൽ ഈ 3 ലക്ഷം രൂപ ലോൺ ഇട്ടാൽ തീരത്തില്ല. 9,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ് വരും. അപ്പോൾ അത് അടയ്ക്കാനുള്ള നിവൃത്തിയില്ല എന്ന് അവസാനം അവർ പറയുകയും
അതങ്ങനെ ക്യാൻസൽ ആവുകയും ചെയ്ത് കിടക്കണം വണ്ടി. പക്ഷെ സത്യത്തിൽ സ്വർണ്ണം ഉണ്ടെങ്കിലേ അതാണ് കൊണ്ടുവന്ന് പണയം വെച്ചിട്ട് അതാണ് എടുക്കുന്ന ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. അത് ഓട്ടോമാറ്റിക് ഐ10 സ്പോർട്സ് ഓട്ടോമാറ്റിക് ഇതുപോലെ കച്ചവടമായി അവസാനം മിസ്സായതാണ് ലോണിൻ്റെ കാര്യത്തിൽ. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് 52,000 കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. 2.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ടയറ് നല്ല ടയറ്, ബാക്കിൽ പുതിയ ടയറ്, ഫ്രണ്ടിൽ ഏതാണ്ട് പുതിയതൊക്കെ തന്നെ, ചെറിയ കുറവേ ഉള്ളൂ. വണ്ടി ഹൈ ക്വാളിറ്റിയാണ്. സെക്കൻഡ് ഓണർ, 52,000 കിലോമീറ്റർ, ഓട്ടോമാറ്റിക് സ്പോർട്സ്. റീപ്ലേസറിൻ്റെ വല്ല വണ്ട സ്പോർട്സ് ഒന്നുമില്ല നല്ല വണ്ടി. ഈ ലേഡീസിനൊക്കെ ഓട്ടോമാറ്റിക് ആവശ്യമുള്ളവർക്ക് എടുക്കാം. ചെറിയ വണ്ടിയല്ലേ, എത്ര ചെറുതല്ല, കുറച്ചുകൂടെയൊക്കെ വലുപ്പമുള്ളതാണ്. ചോദ്യം എത്ര? ചോദ്യം ചോദ്യം 2.5 i20 ഡീസൽ 2011. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടി. ഈ വർഷം അവസാനം റീടെസ്റ്റ് വരും. വില 1.65 കൊടുക്കാം. 1.65 ഈ വർഷമല്ലേ? ഈ വർഷം അവസാനം വരെ ഉണ്ടോ? ഈ വർഷം അവസാനം വരെ ഇല്ലേ? ഈ വർഷം അവസാനം വരെ ഉണ്ട്. ഡീസൽ വണ്ടി, നല്ല മൈലേജാണ്, 10-20 മൈലേജാണ്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടി. 1.65 കൊടുക്കാം. ഇത് സ്പോർട്സാണ് കേട്ടോ, i20യുടെ സ്പോർട്സ്, നല്ല വണ്ടി. 1.65 കൊടുക്കാം. വാഗണർ ഓട്ടോമാറ്റിക് 2017-18 രജിസ്ട്രേഷൻ VXi ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ, 1,06,000 കിലോമീറ്റർ, 3,65,000 രൂപ വില. നല്ല വണ്ടി. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല നീറ്റാണ്, നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ട്. 2017-18 രജിസ്ട്രേഷൻ VXi ഓട്ടോമാറ്റിക് വാഗണർ സിംഗിൾ ഓണർ, 1,06,000 കിലോമീറ്റർ, 365 വില. ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നുമില്ലാത്ത നല്ല വണ്ടി. ഈ റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര പൊടി കേട്ടോ. ഇത് തുടച്ചാലും വൃത്തിയാവില്ല. വണ്ടികൾ കാണാൻ ഭംഗിക്കുറവായിട്ട് കിടക്കുകയാണ് കേട്ടോ. കഴിവെടുത്താലേ വൃത്തിയാവത്തുള്ളൂ. എല്ലാ വണ്ടികളും തുടച്ച അടയാളങ്ങളും മറ്റു കാര്യങ്ങളും ഇങ്ങനെ പെയിന്റിൽ സ്ക്രാച്ച് കണക്ക് കിടക്കുകയാണ്. ഇത് ഓരോന്നും ആണ്ട് തുടച്ചാലങ്ങ് പോകുന്നതാണ്. ഭയങ്കരമായ ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് പൊടി, അതുകൊണ്ടാണ് ഈ വണ്ടികൾ കാണാൻ വൃത്തിയില്ലാത്തത്. ഇനി കാണാൻ വരുമ്പോഴേ വൃത്തിക്കുറവുണ്ടാവും. ഇന്ന് പൊടി മൂടി കിടന്നത് ഇപ്പം തുടച്ചതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്രയെങ്കിലും വൃത്തി. കഴിവ് വൃത്തിയാക്കി തരാം. അത് നമുക്ക് അപ്പോഴും ചെയ്യാം. സ്വിഫ്റ്റ് VXi പെട്രോൾ സിംഗിൾ ഓണർ, 36,000 കിലോമീറ്റർ, നല്ല ക്വാളിറ്റി വണ്ടി. ഏത് വർഷം? 2014 VXi 36,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് എനിക്കൊന്ന് ചെയ്തെന്ന്. ഈ 25,000 രൂപ ലോണിന് അഡ്വാൻസ് തന്ന് ലോണിന് പോയിട്ട് നടക്കാൻ ഈ വണ്ടിയാണ്. അങ്ങനെയാണ് കിടപ്പായത്. സീറ്റ് കവർ അടിച്ചിടണം. ഈ കിലോമീറ്റർ ജെന്യുവിനാണ്. ഇത് കമ്പനി സർവീസുള്ള വണ്ടികൾ. പിന്നെ ആണ് 2014 വണ്ടി ഇത്രയൊക്കെ. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന വണ്ടി ഞാൻ മുമ്പ് പറഞ്ഞില്ലായിരുന്നു. ഇതുവരെ 20-15 തികഞ്ഞില്ല. ഇതുപോലെ 14 മറ്റോ തന്നെ ഇതേ മോഡൽ സ്വിഫ്റ്റ്. അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഓടുന്നവരുമുണ്ട്, ഓടാത്തവരും ഉണ്ട്. ഡാറ്റ്സൺ ഗോ 2015. 4 പുതുപുത്തൻ ടയറും കൂടിയ അലോയ്സ്. പുതുപുത്തൻ ടയർ 4 എണ്ണം കൂടിയ അലോയ്സ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ. എന്ത് ഓടി? നല്ല വണ്ടി. ഓടി എന്തുണ്ട്? 70 ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. ആ റേഞ്ചാണ് ഓടിയിരിക്കുന്നത്. 1,25,000 രൂപ മാനുവൽ വണ്ടി. നല്ല വണ്ടി. ഡോർ പാഡുകളൊക്കെ നോക്കിയാൽ നല്ല വൃത്തിക്കിരിക്കും. 4 പുതുപുത്തൻ ടയറും അലോയ്സും തന്നെ നല്ല വില വരുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത് തന്നെ. ആൾട്രൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഫ്രണ്ടും ബാക്കും സ്പോയിലറും ഫ്രണ്ട് അതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സീറ്റ് കവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. തികഞ്ഞേനെ അങ്ങനെ. അത് മേടിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് സീറ്റ് കവർ ഒന്നിലും ഇടാത്തത്. അത് ശരി. പിന്നെ അവരെ ഇഷ്ടത്തിനുള്ള കളറും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തുകൂടെ? സീറ്റ് കവറിനുള്ള ചാൻസ് അവർക്ക് കൊടുക്കുമ്പോഴേ. തീർച്ചയായിട്ടും അത് നമ്മളെ ഓഫറാണ്. 2013 ഹോണ്ട അമേസ് ഫസ്റ്റ് ഓണർ, 130 കിലോമീറ്റർ, നല്ല മൈലേജുള്ള നല്ല വണ്ടി കേട്ടോ. ചെറിയ 1-2 ടച്ച് ചെയ്യാനുള്ള അവിടെ കണ്ടായിരുന്നു. അത് ചെറിയ സ്പോട്ടേ ഉള്ളു ടച്ച് ചെയ്യാൻ കേട്ടോ. ഇത് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ, 130 കിലോമീറ്റർ, നല്ല ക്വാളിറ്റി വണ്ടി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഷീറ്റ് അതൊക്കെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്.
എന്തു അണ്ണ എപ്പോഴും ഇങ്ങനെ പറയാതെ ഞാൻ ചോദിക്കുന്നത് എന്തോ അണ്ണനും അല്ലേ അത് ഇല്ലടേ പിന്നെ അല്ലാതെ എന്താ പറയുന്നത് ആക്സിഡന്റ് വണ്ടി അല്ല സീറ്റ് കവറിൽ ഇത്തിരി അഴുക്കുണ്ട് അല്ല വേറെ ഒന്നും കണ്ടില്ല അതൊക്കെ 2013 ഗ്ലാസ് വൃത്തിയാണ് അതൊന്നും കുഴപ്പമില്ല ടയേഴ്സൊക്കെ 10-21 മൈലേജ് ആണ് കേട്ടാ ഡീസലാ നല്ല ഡീസൽ വണ്ടി നമുക്ക് 285 കൊടുക്കാം 285 ഹോണ്ട അമേസ് ഫസ്റ്റ് ഓണർ വണ്ടി വണ്ടിയുടെ ബോഡിയൊക്കെ കൊള്ളാം വൃത്തിയായിട്ടിരിപ്പുണ്ട് വേറെ അപാകതകളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല കണ്ടുപിടിക്കാൻ വിചാരിച്ചാലും ഞാൻ കണ്ടില്ല ഒന്നും പിന്നെ അണ്ണൻ പറഞ്ഞ ചെറിയൊരു പരിപാടി ഇതാണ് അല്ല വേറെ ഒന്നും കണ്ടിട്ടില്ല സനൂപിൻ്റെ മറ്റേ വീഡിയോയിലും ഉണ്ടാവും പോകാത്തപ്പെട്ട ആകെ ഒരു വണ്ടിയോ 1-2 വണ്ടിയുള്ള ഇതാണ് ഒന്ന് ലോഡ്ജ് റെനാൾട്ടോ ലോഡ്ജ് 2015-16 രജിസ്ട്രേഷൻ 3rd ഓണർ 1,30,000 കിലോമീറ്റർ വില 320 കൊടുക്കാം കേട്ടോ നമ്മൾ എത്ര 7 സീറ്ററാണ് ചോദിച്ച എത്രയായിരുന്നു 335 കൊടുക്കാട്ടിരുന്നതായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ കിടന്നിട്ട് ശരിയാവില്ലല്ലോ കൊടുക്കാമെന്നുള്ളതാണ് അതെ ഒരു ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ അല്ല നല്ല വണ്ടി 7 സീറ്റർ മറ്റു വണ്ടിയൊക്കെ നല്ല വിലയില്ലേ ഇത് കുറഞ്ഞ വില നല്ല മൈലേജുമാണ് വണ്ടി 10-16-17 നല്ല റോഡിൽ കിട്ടും അല്ലാതെ തന്നെ റോഡിൽ 14 മൈലേജൊക്കെ കിട്ടും 7 സീറ്ററിൽ നല്ല മൈലേജുള്ള വണ്ടി പെട്ടാണ് ഇതൊക്കെ കേട്ടോ വണ്ടിക്ക് അത്യാവശ്യം നല്ല വണ്ടി ടോപ്പൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട് അതൊന്നും കുഴപ്പമില്ല അതുമൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് എത്ര ചോദിക്കുന്നത് 320 കൊടുക്കാം 320 ഇവിടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട് അത് വർക്ക് ചെയ്യുമോ ചെറിയ സ്ക്രാച്ചൊക്കെ കാണും അത് നമ്മളെന്ന് പറ്റിയതാണ് ഇല്ലല്ലോ അവിടെ അധികം കയറി വരഞ്ഞ് അത് വർക്ക് ചെയ്ത് കൊടുക്കുമോ ഇല്ല കിടക്കുന്ന കണ്ടീഷൻ നേരത്തെ എടുത്ത് കൊണ്ടുപോകണമെങ്കിൽ അതെല്ലാം അപ്പുറമൊക്കെ ചെറിയ ചെറിയ വരവ് വരാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ല അത് മാത്രമേ ഉള്ളത് മേജർ ഇഷ്യൂസ് അല്ലല്ലോ വെറും മൈനറായ വിഷയം അത്യാവശ്യം കൊള്ളാല്ലേ അത്യാവശ്യം അല്ല വണ്ടി പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ സുഹൃത്ത് 4 ലക്ഷം രൂപയ്ക്ക് ഇതിലുള്ള വണ്ടി കച്ചവടക്കാർക്ക് കൊടുത്തു അപ്പോൾ അത് കണ്ട് ഞാൻ വില കുറച്ച് കിട്ടേണ്ട എടുത്തതാണ് കേട്ടോ അതിപ്പോഴും കൊല്ലത്ത് കൊടുത്തോന്നറിയില്ല കൊല്ലം കച്ചവടക്കാർ 4 ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ട് പോയത് റെഡിഗോ 2016 3rd ഓണർ 37,000 കിലോമീറ്റർ മറ്റത് സിംഗിൾ ഓണർ 50 ഓടിയായിരുന്നു ഇത് 37 ഓടിയിട്ടുള്ളൂ കേട്ടോ ടയറൊക്കെ നല്ല ടയർ ഓണർഷിപ്പ് 3 ആയത് കാരണമാണ് ആൾക്കാർക്ക് ഇതിലെന്തോ ഒരു കുഴപ്പമില്ല നല്ല വണ്ടി കേട്ടോ 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒന്ന് കൊടുത്തായിരുന്നു അത് 50,000 ഓടി സിംഗിൾ ഓണറായിരുന്നു ഇത് 3rd ഓണർ 37 ഓടി വില 1,60,000 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ ടയറെല്ലാം നല്ല ടയർ ഇൻറ്റീരിയർ കൊള്ളാം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല മോഡലുള്ള ഒരു കുറഞ്ഞ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് എടുക്കാം 2007 അൾട്ടോ LX AC മാത്രമുള്ള ആൾട്ടോ കേട്ടോ നമുക്കൊരു 60 രൂപയ്ക്ക് കൊടുക്കാം അതാണ്ട് ഈ ഗ്ലാസ്സിലാണ്ട് ചെറിയൊരു സ്ക്രാച്ച് മെനങ്ങാന്ന് വന്നപ്പോൾ ഇങ്ങനെ കിടക്കുന്നു എങ്ങനെ ഒന്നെന്നറിയാൻ വയ്യ മെനങ്ങാന്ന് ഇവിടെ ഇട്ടിരുന്ന വണ്ടിയാണ് ചിമ്മി പൊട്ടിയതായിരിക്കും അല്ലാതെ വേറെ വലിയ ഇതൊന്നുമില്ല 60 രൂപ ആവറേജ് വണ്ടി അത്യാവശ്യം എഞ്ചിനും ഗിയറും ഒക്കെ നല്ല വണ്ടി ഈ എല്ലാ വണ്ടിയൊക്കെ എഞ്ചിനും ഗിയറിനും ഒക്കെ ഗ്യാരൻറ്റിയാണ് അതിലൊന്നും വിഷമിക്കേണ്ട ചിലപ്പം ചെറിയ സ്ക്രാച്ചസുകൾ ചെറിയ ചെറിയ തുരുമ്പുകൾ അടിയിലൊക്കെ 15 വർഷം കഴിഞ്ഞ വണ്ടികളിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അല്ലാതെ മേജർ ഇഷ്യൂസ് ഉള്ള ഒരു വണ്ടി എടുക്കത്തുമില്ല കച്ചവടം ചെയ്യത്തുമില്ല അങ്ങനെ വന്നാൽ അത് സ്ക്രാപ്പിൽ അങ്ങനെ കൊടുക്കത്തേ ഉള്ളൂ 65 രൂപ 60 രൂപ 60 രൂപ കഴിഞ്ഞ നന്ദുവിൻ്റെ വീഡിയോയിലുണ്ടായിരുന്ന 800 കേട്ടാ ഇപ്പം റീടെസ്റ്റ് കഴിഞ്ഞ് ഒരാഴ്ച നന്ദുവിൻ്റെ വീഡിയോയുടെ തലയ്ക്കുന്ന ദിവസം റീടെസ്റ്റ് കഴിഞ്ഞതായിരുന്നു കേട്ടോ AC കംപ്ലൈൻ്റ് ആയിരുന്നു അത് കാരണം അത് കൊടുത്തില്ല നിലവിൽ AC ശരിയാക്കി ചെറിയ വൈബ്രേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ 3 ഫൗണ്ടേഷൻ അന്നേ മാറിയെന്ന് തോന്നുന്നു ഏതൊക്കെയാലും നിലവിൽ മെനങ്ങാൻ ഈ വണ്ടി എത്തി 85 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും AC ഉള്ള ഇഞ്ചക്ടർ മാരുതി 2010 സിംഗിൾ ഓണർ കേട്ടോ 85 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും 10-30 രൂപ ടെസ്റ്റിനും അതിനൊക്കെ ആയിട്ട് ഇപ്പോഴും 30 അല്ല അതിൽ കൂടുതൽ ചിലവായി അപ്പോൾ ഇനി 2030-31 ആ സമയം വരെ ഉണ്ടോ 2030 ലാസ്റ്റ് വരെയുണ്ട് ഡിസംബർ വരെ SX4 2007 പെട്രോള് ഓണർഷിപ്പ് 3 റീപ്ലേസ് എന്തെങ്കിലും പെട്രോൾ വണ്ടി 140 കിലോമീറ്റർ ഓടി കേട്ടാ ഒരു ആവറേജ് വണ്ടി 90 രൂപയ്ക്ക് കൊടുക്കാം 90 രൂപ പാച്ച് വർക്കാ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല സ്റ്റോപ്പ് ലൈറ്റ് പൊട്ടിയിരിപ്പുണ്ട് ഈ ആൻഡ്രോയിഡ് ഇളക്കിയോ ആൻഡ്രോയിഡ് അവർ വന്നപ്പോഴേ ഇല്ല
തന്നപ്പോഴേ ഇല്ല. ഇല്ല. വേറെ പെട്രോൾ വണ്ടി മൈലേജൊക്കെ കുറവാണ്. ഡോർ പാൻ്റെ ഇവിടെ അതങ്ങോട്ട് ചോദിച്ചാൽ മതി. അത് കീറിയൊന്നും പോയിട്ടില്ല. അത് വലിയ കംപ്ലൈൻ്റ് അല്ല. തിരിച്ചൊട്ടിക്കുമ്പോൾ അത് ശരിയാവും. എത്ര ചോദ്യം? ZX ആണെന്ന് തോന്നുന്നു. ഇത് 90 രൂപയ്ക്ക് കൊടുക്കുക. അല്ല, നിലവിൽ ഈ കണ്ടീഷനിൽ 90 രൂപയ്ക്ക് കൊടുക്കുക. ഇതൊക്കെ അതിൽ കൂടുതൽ വിലയുള്ള വണ്ടികളാണ്. 90 രൂപ. 2 വീഡിയോയിലുണ്ടായിരുന്ന വണ്ടിയല്ലേ, അതുകൊണ്ട് കുറച്ച് ഓടിക്കാൻ. പിന്നെ സാൻഡ്രോ 2006 എക്സോ ഒരു 6 മാസം കഴിഞ്ഞ് റീടെസ്റ്റ് ചെയ്യണം അല്ലേ. എൻജിൻ പണിത് കൊണ്ടുവന്നിട്ടതേ ഉള്ളൂ. 10 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. ഏതാണ്ട് ഒരു 30,000 രൂപയ്ക്ക് എൻജിൻ പണിതിട്ടുണ്ട്. ഇനി ഓടിക്കുന്നവർക്ക് റീടെസ്റ്റ് ഈ 6 മാസം കഴിഞ്ഞ് റീടെസ്റ്റ് ചെയ്ത് വർഷങ്ങളോളം ഓടിക്കാനുള്ള ഗ്യാരണ്ടിയിൽ അങ്ങ് തരും. നല്ല വണ്ടി, തുരുമ്പില്ല, ഒന്നുമില്ല. ഇത് എക്സോ എന്ന് പറയുമ്പോൾ 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിങ്, AC എല്ലാം വരുന്നതാണ്. എൻജിൻ ഫുൾ കണ്ടീഷനാക്കി ഇട്ടിട്ടുണ്ട്. ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം. തുരുമ്പോ മറ്റ് പാച്ചുവർക്കോ ഇല്ല. ഇൻറ്റീരിയറൊക്കെ നല്ല രസമുണ്ട്. അതൊക്കെ കാണാൻ കൊള്ളാം കേട്ടാ. ടയേഴ്സ് ഈ 65 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അതിൽ കൂടുതൽ മുതലുണ്ട് വണ്ടി, അത് നോക്കണ്ട. പിന്നെ ഗ്യാരണ്ടി ആയിട്ട് ഇതൊക്കെ കൊടുക്കാൻ പറ്റും. കുറഞ്ഞ വണ്ടികളെല്ലാം ഗ്യാരണ്ടി ആയിട്ടാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ചും ഈ പാവങ്ങളല്ലേ വരുന്നത്. അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ എല്ലാ വണ്ടികളും ഗ്യാരണ്ടി ആയിട്ടാണ് ഈ കുറഞ്ഞ വണ്ടികൾ കൊടുക്കുന്നത്. അപ്പോൾ ആർക്ക് വേണോ നോക്കാനോ ആളില്ലെങ്കിലുമൊക്കെ വന്നെടുത്തിട്ട് പോവാം, കുഴപ്പമില്ല. എൻ്റെ ഗ്യാരണ്ടി തന്നെ കൊടുക്കാം. 2011 12 മാസം സ്വിഫ്റ്റ് VDI അലോയ്സൊക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ 260 മാർക്കറ്റ് വിലയുണ്ട്. 230 കൊടുക്കാൻ പറ്റും കേട്ടോ. 230 2,30,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. VDI വണ്ടി. പിന്നെ 130 കിലോമീറ്റർ, 3rd ഓണർ. 2,30,000 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. 230. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ല. സീറ്റ് കവറായിട്ട് വന്നിട്ടില്ലെന്നേ. സീറ്റ് കവർ ഇപ്പം കിടക്കുന്ന സ്വിഫ്റ്റുകളിലൊന്നും സീറ്റ് കവർ ഇല്ലാത്ത അതാ വന്നേക്കുന്നത്. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം, കുഴപ്പമില്ലല്ലോ. ഓടിക്കാനൊന്നും കുഴപ്പമില്ലാത്ത നല്ല വണ്ടി. ടയേഴ്സൊക്കെ അത്യാവശ്യം ഉണ്ട് അല്ലേ? കുറഞ്ഞ വണ്ടികളിൽപ്പെട്ട വണ്ടികളല്ലേ ഇത്. സ്വിഫ്റ്റൊക്കെ നല്ല മൈലേജാണ്. എണ്ണ അടിക്കുന്നതിന് തൃപ്തി വരത്തക്ക രീതിയിൽ ഓടാം. എന്തോ വർക്ക് എടുക്കാണ്ട് വേറെ ഒന്നും കണ്ടില്ല. ഓരോ കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ അത് കഴിഞ്ഞാ നിർത്താമെങ്കിൽ ഫിനിഷായി. മേടിക്കാൻ വരുന്നവർക്ക്, ഈ സാധാരണക്കാർക്ക് വരുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇത് എന്തെങ്കിലും പറ്റുമെന്നൊക്കെ. അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ. പൈസ ഒന്ന് മേടിച്ചുകൊണ്ട് പോയാൽ മാത്രം മതി. പിന്നിൽ വരുന്നത് ഞാൻ നോക്കിക്കോളാം, അത്രയാണ്. അങ്ങനെയൊന്നും വരാനൊന്നുമില്ല. ഏകദേശം ഒരു പിന്നീട് വരുന്നത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ കൈയും കണക്കില്ലാത്ത വർഷങ്ങളൊക്കെ അല്ല. അങ്ങനെയൊന്നും അല്ല സമീപം. എഞ്ചിന് കയറണമെന്നും അടുത്ത കംപ്ലൈൻറ്റ് വരത്തില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി പണികളൊക്കെ അവർ ചെയ്തെടുക്കണം. അങ്ങനെയൊന്നും വരത്തില്ല. ഞാൻ എത്ര കാലം കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അവിചാരിതമായിട്ടൊക്കെ സംഭവിക്കുന്നതിന് പരിഹാരങ്ങൾ ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ 2-3-4-5 വണ്ടിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ. അത് പരാതിയില്ലാത്ത രീതിയിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. വണ്ടിക്കൊന്നും പറ്റത്തില്ലെന്നും പറയാൻ പറ്റത്തില്ല, പറ്റുകയൊക്കെ ചെയ്യും. എന്നാലും പാവങ്ങൾ, വളരെ നിവൃത്തിയില്ലാത്തവരും ആദ്യമായിട്ടൊക്കെ വളരെ പ്രതീക്ഷയോടെ വണ്ടി എടുക്കാൻ വരുന്നവരൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഉത്കണ്ഠയാണ്. അവർക്ക് ഒരു 1000 ചോദ്യം ചോദിച്ചാലും ഇത് അവർക്കൊന്നും മനസ്സിലാവില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ അവസാനം വിഷമത്തിലാവുകയും ചെയ്യും. ഒന്നുമില്ല, പൈസ ഒന്ന് എടുത്തുകൊണ്ട് പോവുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരു കുഴപ്പവും ഇല്ല. ഒരിക്കലും മാർക്കറ്റ് വിലയെക്കാട്ടി കൂടിയ വിലയല്ല. ഒരു വണ്ടിക്ക് തന്നെ 2 ടൈപ്പ് വിലയാണ്. നല്ല വണ്ടിക്ക് നല്ല വില, അഴുക്ക വണ്ടിക്ക് അഴുക്ക വിലയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികളാണ് എടുത്തിരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ നിങ്ങൾ തരുന്ന വിലയിലൊക്കെയുള്ള മുതൽ ഇതിൽ കാണും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് തരുന്നതും ഈ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഓക്കെ, അതെ, എന്നെ വിശ്വസിക്കുക. അപ്പം നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള ചെറുതും വലുതും ഇടത്തരം ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വണ്ടികളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേപോലെ ലോൺ എടുക്കാൻ വരുന്നവരോട് പ്രത്യേക ശ്രദ്ധ. ഇക്കയുടെ വിഷമം കണ്ടിട്ട് പറയുകയാണ്. അതായത് നിങ്ങൾ ഈ സിബിൽ വലിയ പ്രശ്നമില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ലോൺ എടുക്കാൻ വേണ്ടി വരാവൂ. പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറെ ഉപദേശവും കൂടി പറഞ്ഞുതരാം. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞുതരാം. ഈ ലോൺ എടുക്കുമ്പോൾ നമ്മൾ അടഞ്ഞടഞ്ഞ് വരുമ്പോൾ ഏകദേശം 1,00,000 രൂപ 80,000 രൂപയൊക്കെ പുറത്ത് വെളിയിൽ പോകും. അതിനേക്കാൾ നല്ലത് ഈ KSFE പോലുള്ള സംഭവത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ഇത് സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് വെക്കുക, അത് വെച്ച് ഇതെടുക്കുക. എന്നിട്ട് നിങ്ങൾ മാസം കറക്റ്റായിട്ട് കെടു അടയ്ക്കുന്ന പോലെ ഇത് അടച്ചു കഴിഞ്ഞാൽ വലിയ പലിശയില്ലാതെ നിങ്ങൾക്ക് വണ്ടിയും സ്വന്തമാക്കാം, സ്വർണവും തിരിച്ചു കിട്ടും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഓരോ ആൾക്കാരുടെ ഇഷ്ടമല്ലേ, എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നെ. അഥവാ ഈ ഐഡിയ മനസ്സിൽ തോന്നാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകരിച്ചാണെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.